ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം വെച്ചുണ്ടാക്കാവുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഇത് സാധാരണ പഴംപൊരിനെക്കാട്ടും ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഈ ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഒരുപാടങ്ങ് ലൂസായി പോകരുത്. പിന്നെ വേണ്ടത് നല്ല പഴുത്ത 2 നേന്ത്രപ്പഴമാണ്. അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ എടുത്തത് കുറച്ചൊരു ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഓരോ പീസ് പഴം ഈ ബാറ്ററിൽ മുക്കിയെടുക്കാം. എന്നിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കോട്ട് ചെയ്തെടുക്കട്ടോ. അതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് ഇട്ടത്. അതേപോലെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ വരുന്നത് കൊണ്ട് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഇത് ചൂടാറിക്കഴിഞ്ഞാലും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.